സദാശിവോ? ശേഖരൻ മാഷയുടെ മോനല്ലേ? അല്ലല്ലോ, രാമൻകുട്ടി മേനോന്റെ മോനാ. അതെന്നെ, വലിയ പറമ്പിലെ രാമൻകുട്ടി മേനോൻ. അല്ല, കോഴിപ്പറമ്പിലെ. അതെ, രണ്ടും പറമ്പ് തന്നെയാണല്ലോ. സദാശിവനല്ലേ പേര്? അതെ. എന്തിനാ ഏതിനാന്ന് ചോദിക്കരുത്. ഒരാൾക്ക് സദാശിവനെ കൊണ്ടൊരു അത്യാവശ്യ കാര്യം സാധിക്കാനുണ്ട്. എഴുത്തൊക്കെ എടുത്തല്ലോ. ഒന്നിങ്ങോട്ട് വന്നേ, പോട്ടേക്കാം. പറഞ്ഞു വന്നപ്പോഴേ നമ്മുടെ സ്വന്തം ആളാ. ഞാൻ കുട്ടിയാസൻ. ചോദിച്ചോ. സദാശിവനല്ലേ ആ പെട്ടിന്ന് സ്ഥിരമായിട്ട് കത്തുകൾ എടുക്കാറ്? അതെ. ഇങ്ങനെ ഒരു പേര് പിൻഭാഗത്ത് എഴുതിയിട്ട് അടുത്ത കാലത്തൊരു കത്ത് അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കിട്ടിയതായിട്ട് ഓർമ്മയുണ്ടോ? കുമാരേട്ടൻ, അതാണ് ഫ്രം അഡ്രസ്. ഓർമ്മയുണ്ടെങ്കിൽ ആ കത്തിന്റെ സ്ഥിരമായ അഡ്രസ് ഒരു സ്ഥലത്തേക്കാണ്. പലതവണ എടുത്തുകൊണ്ട് സദാശിവൻ ഒരു പക്ഷേ വായിച്ചു കാണും. ഓർമ്മയുണ്ടോ? കുമാരേട്ടൻ ഓർമ്മ കിട്ടുന്നില്ല. ഒരു പക്ഷെ കത്തിൽ സീലടിക്കുന്ന ശിവൻകുട്ടിക്ക് അറിയായിരിക്കും. അല്ല, സീലടിക്കുന്നുണ്ടെന്ന് വെച്ച് ശിവൻകുട്ടി ഈ ഫ്രം അഡ്രസ് കാണണമെന്നില്ലല്ലോ. ഇവിടെ നയിക്കുന്ന കത്തായതുകൊണ്ട് അയാൾ മുൻവശത്തെ അഡ്രസ്സിലല്ലേ സീലടിക്കൂ. മാത്രമല്ല ഈ കത്ത് ആ പെട്ടി തന്നെ എപ്പോഴും പോസ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അതെ. പിന്നൊരു വഴിയുണ്ട്. കത്തിന്റെ ഫ്രം അഡ്രസ് സീലടിക്കുന്നത് അത് കിട്ടുന്ന പോസ്റ്റ് ഓഫീസിലാണ്. ഈ വിലാസം ഒരുപക്ഷെ അവിടുത്തെ പോസ്റ്റ്മാൻ അറിയാൻ പറ്റും. അവിടെ അന്വേഷിച്ചാൽ അഡ്രസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നീ പറഞ്ഞത് ബുദ്ധിമോശം. ഇമെയിൽ വിലാസം അറിയാമെങ്കിലേ പിന്നെ എന്തിനാണ് ആ പോസ്റ്റ് ഓഫീസ് തപ്പുന്നത്? കഴുത എന്നെ എന്റെ കുമാരേട്ടാ. ജെസ്സി മോസസ് കോൺവെന്റ് അല്ലടാ, ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്. അതെ, ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്, പാലക്കാട്. അതാണ് അഡ്രസ്. എനിക്കത് കിട്ടി, ഞാനത് മറന്നിട്ടില്ല. കോൺവെന്റിൽ ഏത് സിസ്റ്റർ? സിസ്റ്റർ അല്ലടാ, മോള്, കുമാരേട്ടന്റെ മോള്. ആരെയാ കുട്ടികളെ കാണേണ്ടത്? ഇത് തന്നെയല്ലേ ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്? ഇത് ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് അല്ല, ചാരിറ്റി ഹോം. കോൺവെന്റ് ആ മതിൽക്കെട്ടിനപ്പുറത്താണ്. അത് ശരി, അത് കോൺവെന്റ്, ഇത് ചാരിറ്റി. അതെ. രണ്ടിനും കൂടെ രണ്ടമ്മയാണോ അതോ ഒരമ്മയാണോ? ഒരമ്മേ ഉള്ളൂ. എങ്കിൽ ആ അമ്മയെ എനിക്കൊന്ന് കാണണം. കാണാം. കുഞ്ഞേതാ? എവിടുന്നാ? ഞാൻ ആർമിയിലാണ്, ക്യാപ്റ്റൻ വിജയ് മേനോൻ. വരൂ. അപ്പോഴേ ഇദ്ദേഹം ആർമിയിലല്ലേ? ആർമി നമുക്ക് പറ്റൂല. ഞാൻ വെറും ഒരു പാവം ജിന്നാണ് സിസ്റ്ററെ. സിസ്റ്റർ അല്ല, മദർ, അമ്മ, അങ്ങനെ വിളിക്കണം. സോറി. ക്യാപ്റ്റൻ വിജയ് മേനോൻ ഈ അമ്മയ്ക്ക് എന്ത് സഹായം ചെയ്യാനാണ് വന്നത്? പരസ്പരം ഒരു സഹായം അമ്മയ്ക്കാവാം, അല്ലെങ്കിൽ എനിക്കാവാം. എന്തായാലും സഹായിച്ചേ പറ്റൂ. ഇവിടെ വരുന്ന കത്തുകളൊക്കെ അമ്മ കാണാറുണ്ടാവും അല്ലേ? അതിന്റെ രണ്ടു വശത്തുമുള്ള മേൽവിലാസവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ അമ്മയ്ക്ക് അത് ഓർമ്മയുണ്ടാവും. ചോദ്യങ്ങൾ ഒഴിവാക്കാം. എന്താണ് ആവശ്യം അത് പറയൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന കത്തുകളിൽ ഒരു മനോഹരമായ കത്തുണ്ട്. അതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു പേര് എഴുതിയിരിക്കും. പരിഭ്രമിക്കണ്ട. ഈ വാക്കിന്റെ അർത്ഥം സ്നേഹമെന്നാണ്. ഈ കത്ത് ഏത് പെൺകുട്ടിക്കാണോ വരുന്നത് അവളെ എനിക്കൊന്ന് കാണണം. അഡ്രസ് ഇല്ലാതെ ഫ്രം അഡ്രസ്സിലെ വെറും ഒരു പേരും വെച്ചുകൊണ്ട്. ക്ഷമിക്കണം, അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ചോദ്യങ്ങൾ ഒഴിവാക്കാം. എനിക്കെല്ലാം അറിയാം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അമ്മ ഈ പേര് കാണുന്നുണ്ട്. അവസാനമായി ആ പെൺകുട്ടിക്ക് വന്ന ഒരു ഇല്ലണ്ടിൽ വരെ അമ്മ അത് കണ്ടു കഴിഞ്ഞു. ഇനി അത് കാണില്ല. ഞാൻ ആരാണെന്നോ എന്റെ സത്യം എന്താണെന്നോ നിങ്ങളോട് വന്ന് വെളിപ്പെടുത്താൻ ഈ കുമാരേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം മരിച്ചുപോയി. എന്റെ മടിയിൽ കിടന്ന് മരിച്ചുപോയി. എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. ഞാൻ കുട്ടി ഹസൻ. നിങ്ങളുടെ അമ്മയെ കാണാൻ എന്റെ ഒരു സുഹൃത്തിനോടൊപ്പം വന്ന. എന്റെ അമ്മയെ കാണാനോ? എന്റെ അമ്മയെ കാണാൻ ഇവിടെ എന്തിനാ വരുന്നത്? അമ്മ അങ്ങ് വീട്ടില. അമ്മയെ പരിചയമുണ്ടോ? ആ അമ്മയല്ലേ സിസ്റ്ററെ, ഇവിടുത്തെ അമ്മ,
മദർന്ന് വിളിച്ചപ്പോ അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞു. അമ്മയെന്ന് ഇവിടെ പറഞ്ഞപ്പോ ആകെ ഗുലുമാലുമായി. ഞങ്ങൾക്കിപ്പോ നിസ്കാര നേര, അതിന് പറ്റിയൊരു സ്ഥലം അന്വേഷിക്കായിരുന്നു. അവിടെയാണ് പ്രാർത്ഥനാ മുറി. ആ സിസ്റ്ററെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയില് ഒരു മുസ്ലിം നിസ്കരിച്ചു എന്ന് വെച്ച് നാളെ ഒരു സാമൂഹ്യ പ്രശ്നമാവോ? എന്ത് പ്രശ്നം? പ്രശ്നമൊക്കെ വിശ്വാസം ഇല്ലാത്തവരുണ്ടാക്കുന്നല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഇവിടെ നിന്നോളൂ, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. പ്ലീസ്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കുമാരേട്ടൻ മരിച്ച കാര്യം. ഇല്ല, ഞാൻ പറയില്ല. എന്തു പറയണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാലും ഒരു റിക്വസ്റ്റ് ഉണ്ട്, അവളെ കരയിക്കരുത്. ഞങ്ങൾ ഒരിക്കലും അവളെ കരയിച്ചിട്ടില്ല. ചെല്ലു. അച്ഛൻ അയച്ച ആളാണെന്ന് മദർ പറഞ്ഞു. എന്തേ അച്ഛൻ വരാത്തെ? അച്ഛാന്നാണ് നമ്മൾ വിളിക്കാറ്. പിന്നെ കത്തില് അച്ഛൻ എഴുതുന്ന കത്തൊക്കെ വായിക്കാറുണ്ടോ? എഴുതുന്ന കത്തുകളിലൊക്കെ കുമാരേട്ടൻ എഴുതുന്നത് അച്ഛനൊരു ശീല. ദൈവം വരെ അച്ഛനെ കുമാരേട്ടൻ അത്ര വിളിക്കാറ്. എന്താ മോളുടെ പേര്? ഗംഗ എന്നാണ് അച്ഛൻ തന്ന പേര്. ഇവിടുത്തെ പേര് മേരി. മദർ ഇട്ടതാ. രണ്ടും നല്ല പേരാണ്. എന്നാലും മോളേന്ന് വിളിക്കുന്നല്ലേ കൂടുതൽ ഇഷ്ടം. കുമാരേട്ടൻ എനിക്ക് അച്ഛൻ തന്നെ. വരാൻ സാധിക്കാത്തതിന്റെ ദേഷ്യം തോന്നരുതെന്ന് മോളോട് പറയാൻ പറഞ്ഞു. എപ്പോഴും യാത്രയാണെന്നും പറഞ്ഞ് കത്തെഴുതാൻ വിലാസം തരാറേ ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛനോട് ദേഷ്യ. പക്ഷേ കാണുമ്പോ അതൊക്കെ ഞാൻ മറക്കും. അറിയാം, അച്ഛൻ തന്നെ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വന്നില്ലെങ്കിലും ഈ ഏട്ടൻ ഇനി എന്നും കാണാൻ വരും. ഞാൻ വരുന്നതും അച്ഛൻ വരുന്നതും ഒരുപോലെ അല്ലേ മോളെ? എന്താ ഇത്? അച്ഛൻ പറഞ്ഞയച്ച ഒരാൾ കാണാൻ വരുമ്പോ കരയാ. അച്ഛനോട് വരാൻ പറയോ? പറയാം, തീർച്ചയായിട്ടും പറയാം. ഒരു കാര്യം എന്നോട് പ്രത്യേകം പറഞ്ഞാ വിട്ടിരിക്കുന്നത്. എൻ്റെ മോൾക്ക് പരീക്ഷ തുടങ്ങാറായി. അവളെ അനുഗ്രഹിച്ചിട്ടേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തല്ല് കിട്ടുമെന്നൊക്കെ. ഞാൻ മോളെ ഒന്ന് അനുഗ്രഹിക്കട്ടെ, ഒരു സന്തോഷത്തിന്. എന്താ ഇത്? പറയാം, മോളെ കണ്ടു എന്ന് അച്ഛനോട് പറയാം. ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാര, ഞാൻ കണ്ടു. നിന്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു. നിന്റെ മകളെ ഞാൻ കണ്ടു. You are an innocent idiot, simple rascal. ഞാൻ സിമ്പിൾ റാസ്കൽ ആണെങ്കിൽ നീ ഡബിൾ റാസ്കലാടാ മോനെ. ഇവിടെ നീ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എത്തിയില്ലേ? യു ബ്ലഡി സോൾജർ. എന്തു പറ്റി? നീ എന്തിനാ കരഞ്ഞേ? കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെ മദർ ചീത്ത പറഞ്ഞോ? തല്ലിയോ? ഈ വെള്ളം വെച്ച കൊന്നുകളെ ഞാൻ കണ്ടടാ. ആരെ?
കുമാരേട്ടന്റെ മോളെ കണ്ണു നിറച്ച് കണ്ടടാ. ഞാൻ എന്താ ആഗ്രഹിച്ചോ അത് സാധിച്ചു. ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ വരണം. അതിനു മുമ്പ് എനിക്ക് ചില തീർക്കാനുണ്ട്. എന്ത് തീർക്കാനുണ്ട്? ഒരേകാംഗ കോടതി, ശത്രുവിനോട് അശേഷം കരുണ കാണിക്കാത്ത ഒരേകാംഗ കോടതി. ഇറ്റ് വിൽ ബി എ കോർട്ട് മാർഷൽ ഇൻ ഓൾ റെസ്പെക്ട്. ഞാൻ അവരെ എന്റെ മുമ്പിൽ നഗ്നരാക്കി നിർത്തും. There I will declare my judgment. ഈ ഞാൻ ക്യാപ്റ്റൻ വിജയ് മേനോൻ, the respected soldier from the Indian Army. അമ്മേ, ശത്രുസംഹാര പ്രിയേ, ദേവി, മഹാമായേ, മുതലയായും കഴുകനായും ഒരു ശത്രുവിനെയും എന്റെ നേരെ അയക്കല്ലേ. ഞാൻ എന്ത് പാപാ മഹാമായെ ചെയ്തത്? പാപം ചെയ്യാത്തവർ ഈ പട്ടരെ കല്ലെറിയട്ടെ എന്നൊന്ന് പറഞ്ഞു നോക്കി. ഒറ്റ കല്ല് എന്റെ നേരെ വരൂ. ദേ നോക്ക്, പേടികൊണ്ട് തൂക്കം 6 കിലോ കുറഞ്ഞു. ജീവിതത്തിൽ ഇതുവരെ ഒറ്റ തടിയ. ഉരുക്കി ഉരുക്കി എന്നെ നീ ഇല്ലാതാക്കല്ലേ ദേവി. DSP ഇപ്പോഴും മഞ്ഞത്ത് കിടക്കുക. ശ്വാസം വരുവോ? ഇപ്പൊ വരാട്ടാ. ഹലോ സ്വാമി, രക്ഷിക്കണം. ആ. ഞാനൊരു കോൺട്രാക്ടറാണ്. ആ. കുറച്ച് ദിവസം ഞാൻ ഗൾഫിലായിരുന്നു. ആയിക്കോട്ടെ, ഗൾഫിലായിക്കോട്ടെ. ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ. എനിക്കെതിരെ ഒരു വഞ്ചന കുറ്റം ചുമത്തി കോടതിയിൽ ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ആ. നാളെ ഞാൻ ജർമ്മനിക്ക് പോവാണ്. ഒരു അർജന്റ് കാര്യം. ആ. കേസിന്റെ നമ്പർ ഞാൻ തരാം. സ്വാമി ദയവ് ചെയ്ത് അത് എടുക്കണം. ഒരു ആ. മറുപടിയെങ്കിലും അയച്ചില്ലെങ്കിൽ എന്നെ അത് വല്ലാതെ ബാധിക്കും. ഏതാ കോടതി? ഹൈക്കോർട്ടിലാണ്. ഞാൻ ഇങ്ങനെ ഫോണിനോട് ദുഃഖങ്ങൾ കേൾക്കാറില്ല. എന്ന് വെച്ച് ജർമ്മനിക്ക് ബുക്ക് ചെയ്തൊരു ടിക്കറ്റ് ഞാനായിട്ട് എന്തിനാ ക്യാൻസൽ ആക്കണേ? അത് വേണ്ട. നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് ഫീസും കൊടുത്ത ഒരാളെങ്ങടെ അയക്കുക. ചെക്ക് വേണ്ട, ഫീസ് പണമായിട്ട് കവറിലിട്ട് മുദ്ര വെച്ച് അയക്കണം. ഞാൻ എണ്ണും, 2000 വരെ എണ്ണും. എന്നിട്ട് രേഖകൾ പഠിച്ച് നോട്ടീസ് അയക്കും. സ്വാമി 2500 വരെ എണ്ണും പോരെ? ആ മതി. ഇനി നമ്പർ തരൂ. 37A 37A 473 473 12/3/1976. 12/3/1976. 12/3? What is the date? 12/3/1976. അതെന്ത് ഡേറ്റാ കൊച്ചനെ? തലയ്ക്ക് സുഖമില്ലെങ്കിലേ ജർമ്മനിക്ക് പറക്കുന്നതിന് മുമ്പ് വിവരമുള്ള വല്ലവരെയും വിളിച്ച് കാണിക്കേ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എടോ, ഈ ഡേറ്റ് തെറ്റാടോ. അല്ല സ്വാമി, അത് ഡേറ്റിന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. ഞാൻ വിളിക്കുന്നത് ഇത്തിരി പിന്നാക്കം നിന്നിട്ടാണ്. സ്വാമിക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. താനാരാ? ഞാൻ മുതലല്ലേ സ്വാമി, സ്വാമിയുടെ മുതല. സ്വാമി, ഈ ഫയല് പിന്നെ എവിടെ പോയി കിടക്കുക? വെച്ചോടത്തൊന്നും കാണാനില്ലല്ലോ. ഇതൊന്നും അല്ലെന്ന് തോന്നുന്നു. ഇതിപ്പോ മാർച്ച് 12 അല്ല. 473 ഇതല്ല. ഓ, ഇതൊന്നല്ലല്ലോ. 1976 മാർച്ച് 12. 473/37A. അതൊരു കഴിവാണോ? ഈ കാണുന്ന 15 ഏക്കർ തോട്ടം ഞാൻ ഏത് കാലത്ത് വാങ്ങിയതാ? 18 കൊല്ലം മുമ്പ്.